നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പാലാ സബ് കോടതി തള്ളി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചുവെന്നാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതികരണം. വിധി തിരിച്ചടിയല്ല എന്നാണ് സർക്കാരിന്റെ പ്രതികരണം. വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അലക്സ് തോമസ് പറഞ്ഞു. അവകാശമുന്നയിച്ച 2263 ഏക്കർ സർക്കാർ ഭൂമിയല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. ഇതോടെ ശബരിമല വിമാനത്താവള പദ്ധതി അനിശ്ചിതത്വത്തിലായി. എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ബിലീവേഴ്സ് ചർച്ചിന്റെ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായുള്ള 2000-ലേറെ ഏക്കർ ഭൂമിയിലാണ് സർക്കാർ അവകാശമുന്നയിച്ചത്. അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് പുറമെ ഹാരിസൺ മലയാളവും കേസിലെ എതിർകക്ഷിയാണ്. സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതിനോട് സഹകരിക്കുമെന്നാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതികരണം. വിലയുടെ കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. വിമാനത്താവളത്തിൽ തിരിച്ചടിയാണോ അല്ലോ എന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങള് അന്ന് തൊട്ടും ഇന്നുമുള്ള സ്റ്റാൻഡ് നമ്മൾ ക്ലിയർ ആണ്. സ്ഥലം നമ്മുടെയാണ്. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം നിയമം പാലിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നതിന് നമ്മൾ എതിരല്ല. ഇത് സർക്കാർ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മാത്രമേ നമ്മൾ എതിരുള്ളൂ. ഭൂമിയുടെ അവകാശവാദമല്ല, നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒരു പ്രശ്നവും വരില്ല. സാങ്കേതികത്വമാണ് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായത്. കോടതി പറഞ്ഞത് എന്താ, 4-1 വീണ്ടും ആരംഭിക്കണം. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റിൽ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കരുതെന്നോ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്ക് അനുകൂലമായി വിധി പറയുകയോ ചെയ്തിട്ടില്ല. 2019 തുടങ്ങിയ നിയമവ്യവഹാരത്തിനൊടുവിലാണിപ്പോൾ സർക്കാർ ഹർജി കോടതി തള്ളിയത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.